ഹായ്. സമകാലിക മലയാള സിനിമയിലെ ഡ്രഗ്സിന്റെ പലതരത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകൾ അല്ലെങ്കിൽ പ്രതീകങ്ങളാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ആവേശമാണ്. ആവേശം എന്ന ചിത്രത്തില് രംഗ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ രംഗണ്ണ എന്ന ക്യാരക്ടർ, ഇവിടെ രംഗണ്ണനെ നമ്മൾക്ക് ഒരു ലഹരിയായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ രംഗ ആസ് എ മെറ്റഫർ ഫോർ ഡ്രഗ്സ്. അതായത് രംഗ എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ ഒരു രൂപകമാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്കറിയാം രംഗ എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. ഇനി രംഗനെ ഡ്രഗ്സ് ആയിട്ട് നമ്മൾ ഉപമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതെല്ലാം കുട്ടികളാണ്, കൂടുതലും കൗമാരക്കാരാണ്. അപ്പോൾ രംഗയോട് തോന്നുന്ന ഒരു ആവേശം, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാസിനേഷൻ ആണ് ഇതിലെ 3 കുട്ടികൾക്ക് തോന്നുന്നത്: ബിബി, അജ്മോൻ, ശാന്തൻ. പക്ഷേ ഈ ചിത്രത്തിൽ ഉടനീളം ഗ്ലോറിഫൈ ചെയ്യുന്നത് രംഗേനെയാണ്, രംഗ എന്ന കഥാപാത്രത്തെയാണ്. അതുപോലെ ലഹരി, അതുപോലെ ഈ പറയുന്ന വയലൻസ്, അതുപോലെ മാസ്കുലിനിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിലെ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊതുവെ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കുട്ടികൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് പോകുന്നത്, ആ ഒരു വഴിയിലേക്ക് അവരെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അതിലെ പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം. ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട്. ഇൻഫ്യൂറ്റി കോംപ്ലക്സുകൾ കാണും, അല്ലെങ്കിൽ വെറുതെ കൂട്ടുകാരുടെ കൂടെ കൂടി ഒരു ആവേശത്തിന്റെ പുറത്ത് യൂസ് ചെയ്തിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. അതുപോലെ പല റീസൺസ് ആണ്, ഫാമിലി പരമായിട്ടുള്ള റീസൺസ് ഉണ്ട്, ബ്രേക്കപ്പ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള റാഗിങ് ആണെങ്കിൽ തിരിച്ച് ധൈര്യം വരാൻ, അല്ലെങ്കിൽ ധൈര്യം സംഭരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്കിട്ട് പണി കൊടുക്കാൻ, അങ്ങനെ പല രീതിയിലാണ് കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. ഇവിടെ ആവേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലത്തെ കുറച്ച് റീസൺസ് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട്, വളരെ വിസിബിൾ ആയിട്ട് കാണാം. കാരണം ഈ കുട്ടികളെ റാഗ് ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്കുണ്ടാകുന്ന ദേഷ്യം, ആ ദേഷ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് രംഗ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആദരവ്, അല്ലെങ്കിൽ ആരാധന, അല്ലെങ്കിൽ ഫാസിനേഷൻ. രംഗ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സ് ആയിട്ട് മെറ്റഫറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ രംഗ എന്ന് പറയുന്ന വ്യക്തിനെ സമീപിക്കുന്നതും രംഗ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കൂട്ടുകൂടുന്നതും അങ്ങനെ രംഗയുടെ ഗാങ്ങിൽ അകപ്പെട്ടു പോകുന്നത്. അങ്ങനെ രംഗയോട് കൂട്ടുകൂടി അവർ ധൈര്യം കൈവരിക്കുന്നു. മറ്റെല്ലാ പ്രശ്നങ്ങളും അവർക്കൊരു പ്രശ്നമേ അല്ലാതായി മാറുന്നു. അവര് അക്രമങ്ങളിൽ ഏർപ്പെടുന്നു, അക്രമാസക്തരാകുന്നു, പഠിക്കാനുള്ള ചിന്ത ഇല്ലാതാകുന്നു, പഠിക്കാനുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നു, പഠനത്തിൽ നിന്നെല്ലാം പുറകോട്ട് വലിഞ്ഞ് മറ്റു പല കാര്യങ്ങളിലായി അവരുടെ ചിന്തയും വിചാരങ്ങളും എല്ലാം. അങ്ങനെ അവര് സ്വന്തം ഭാവിയുടെ കാര്യം പോലും മറന്നു പോവുകയാണ്. ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ ഈ കുട്ടികൾ ആഘോഷിച്ച് തീർക്കുകയാണ്. എന്തിനേറെ പറയുന്നു, രംഗ എന്ന വ്യക്തി അല്ല, രംഗ എന്ന ലഹരി ഈ കുട്ടികൾക്ക് പെണ്ണുങ്ങളെ പോലും കൂട്ടിക്കൊടുക്കുന്ന സാഹചര്യം നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം ഈ കുട്ടികൾക്ക് തന്നെ വ്യക്തമാകുകയാണ് രംഗ അല്ല, ലഹരി ഒരു വലിയ വിപത്താണ്, ലഹരി ഒരു ആപത്താണ്. അതായത് രംഗയിൽ നിന്നുള്ള കൂട്ട് ഈ കുട്ടികൾ കുറയ്ക്കും തോറും, അല്ലെങ്കിൽ രംഗയെ ഇവർ ഒഴിവാക്കും തോറും രംഗ ഇവരെ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, രംഗ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, രംഗ ഇവരെ ഫോളോ ചെയ്യുകയാണ്. അത് ആ കുട്ടികളിൽ ഉണ്ടാക്കിയ മാനസിക സംഘർഷം വളരെ വലുതാണ്. കാരണം അവർ തിരിച്ചറിയുകയാണ് രംഗ എന്ന വ്യക്തി ഏറ്റവും വലിയ ഒരു അപകടകാരിയാണ്. അദ്ദേഹം കൊലപാതകം പോലും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ പറ്റത്തില്ല, നല്ല ഭാവി ഉണ്ടാകത്തില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഭാവി പോലും അവതാളത്തിലാകും. ആ ഒരു തിരിച്ചറിവാണ് ആവേശം എന്ന ചിത്രത്തിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിലേക്ക് പെട്ടുപോയ കുട്ടികൾ തന്നെയാണ് അവസാനം തിരിച്ചറിവുണ്ടായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഇവർ രംഗനെ ഒഴിവാക്കുന്ന ഓരോ രംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും ഈ കുട്ടികൾ വളരെയധികം ദുഃഖിതരാണ്. ഈ കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇതിന്റെ ഏറ്റവും വലിയ കൺക്ലൂഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച് അതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. രംഗ അവരെ ഫോളോ ചെയ്ത പോലെ, അല്ലെങ്കിൽ രംഗ അവരെ വേട്ടയാടിയ പോലെ അത് നമ്മളെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. നമുക്ക് അതിൽ നിന്ന് മോചിതരാകണമെന്ന് വിചാരിച്ചാലും ഇതിങ്ങനെ ഈ ടെംപ്ടേഷൻ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഒരുപക്ഷെ നമ്മളുടെ ജീവിതം നശിപ്പിക്കും, ഭാവി നശിപ്പിക്കും, നമ്മളുടെ കൂട്ടുകാരെ ഇല്ലാതാക്കും, നമ്മളുടെ മാതാപിതാക്കളെ ഇല്ലാതാക്കും. എന്തിനേറെ പറയുന്നു, നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നും, ആ ഒരു ഘട്ടത്തിലേക്ക് മാറും. അതുകൊണ്ട് ഓർക്കുക,
ലഹരി എന്ന് പറയുന്നത് വലിയ ഒരു വിപത്താണ്, വലിയ ഒരു ആപത്താണ്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാതിരിക്കുക. ഏത് സിനിമ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിനിമയിൽ റീടേക്കുകൾ ഒരുപാടുണ്ട്, പക്ഷെ ജീവിതത്തിൽ റീടേക്കുകളില്ല. അതുകൊണ്ട് സമകാലിക സിനിമകളിലെ, വരാൻ പോകുന്ന സിനിമകളിലെ ലഹരിയുടെ ഉപയോഗത്തെയും അല്ലെങ്കിൽ ലഹരിയുടെ പ്രത്യക്ഷപ്പെടലുകളെയും വളരെ ബുദ്ധിപൂർവ്വം മാത്രം നമ്മൾ നോക്കിക്കാണുക.